അപ്പോൾ ഇന്നത്തെ വിഷയം ടാരോയിലൂടെ നമുക്ക് പാസ്റ്റ്, പ്രസൻറ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ നോക്കാം. പാസ്റ്റിൽ നമ്മുടെ ഭൂതകാലം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ഭൂതകാലം നമ്മളുടെ പ്രസൻറ്റിലെ എപ്പോഴും ബാധിക്കും. അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അത് നല്ലതാണെങ്കിലും മോശമായുള്ള കാര്യമാണെങ്കിലും നമ്മളെ അത് ആ ഭൂതകാലം ബാധിക്കുന്ന പറയണേ അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഭൂതകാലം നമ്മളെ എന്താണ് പഠിപ്പിക്കണേ? ഇപ്പം പ്രസൻറ്റിൽ നമ്മൾ എവിടെയാണ് നിൽക്കണത്? പിന്നെ ഫ്യൂച്ചർ നമുക്ക് എന്ത് എന്താണ് നമ്മൾക്ക് ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത്? അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ ഭൂതകാലത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ കാർഡാണ്. ഫൈനാൻസ് ബാലൻസ് ചെയ്യണ ഒരാളാണ്. അതായത് അയാൾ നല്ലോണം വർക്ക് ചെയ്ത് അയാൾ അത്യാവശ്യത്തിന് ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ആളായിട്ട് അത് പലർക്കും അയാൾ സഹായിക്കണം. അയാൾ ഉദാര മനസ്ഥിതിയാണ് അത് കാണിക്കുന്നത്. അതാണ് ആ വ്യക്തിയുടെ ഇതിൽ വന്നിരിക്കുന്നത് പാസ്റ്റ്. അപ്പോൾ ഈ പാസ്റ്റിൽ വളരെ നല്ല രീതിയിൽ ജീവിച്ച് ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവരെയൊക്കെ സഹായിച്ച് ജീവിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നീട് അയാൾക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ഫൈനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടായിട്ടോ എന്താ അറിയില്ല. പ്രസൻറ്റ് കാർഡ് വന്നിരിക്കുന്നത് വളരെ വാൺസ്, 8 ഓഫ് വാൺസ്. അത് വളരെ ഫാസ്റ്റായിട്ട് ഹൈ എനർജിയോട് കൂടി ഫാസ്റ്റായിട്ട് അത് ദൂരേക്ക് പോണ കാർഡാണ്. പോസിറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് എനർജിയിലൂടിയിട്ട് വളരെ ഫാസ്റ്റായിട്ട് പോണ കാർഡാണ്. അപ്പോൾ ഈ കാർഡ് ശരിക്ക് എബ്രോഡിലേക്ക് പോണതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാർഡാണ്. പുറത്ത് പോണത് ഗൾഫിൽ ഒക്കെ പോണ ആൾക്കാർക്ക് പറ്റിയ കാർഡാണ്. അപ്പോൾ വളരെ എനർജിയോടുകൂടി വളരെ ഉത്സാഹത്തോടു കൂടി വളരെ പോസിറ്റീവായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി വളരെ വിദേശത്തേക്ക് യാത്ര ചെയ്യണ ഒരു കാർഡാണത്. എന്നിട്ട് പിന്നെ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവണേ? അവിടെ പോയിട്ട് ഓവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബേർഡൻ. ഓവർ ബേർഡനാണ് ഈ ഫ്യൂച്ചർ കാണിക്കുന്നത്. റെസ്പോൺസിബിലിറ്റിയും ഓവർ ബേർഡനും വരുമ്പോൾ ഓവർ വർക്കിനെ കുറിച്ചിട്ട് നമ്മൾ ബിവെയർ ആവണം, ശ്രദ്ധിക്കണം. അതായത് റെസ്പോൺസിബിലിറ്റിയും ഹാർഡ് വർക്കൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇവിടെ ഓവർ ബേർഡനാണ് കാണുന്നത്, അമിതമായ ഭാരം. ഒരു വ്യക്തി ഒരു കൂട്ടം വടികളെ കൂട്ടിപ്പിടിച്ച് കുമ്പിട്ട് നടന്നു പോണതാണ് ഈ കാണുന്നത്. അമിതഭാരം, അമിതമായി ജോലി എടുക്കുന്നതാണ് ഈ കാണുന്നത്, ഓവർ വർക്ക്. ആദ്യം ഒരുപാട് പൈസ ജോലി ചെയ്ത് ഉണ്ടാക്കി ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അത് ഉദാര മനസ്സുകൊണ്ട് ഒരുപാട് പേർക്ക് ദാനം ചെയ്തു, നല്ല കാര്യം തന്നെ. പിന്നീട് അവിടെ ഒരു കുറവ് എന്തെങ്കിലും വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാഷൻ കൊണ്ട് വേണമെങ്കിൽ ദൂരസ്ഥലത്തിലേക്ക് എബ്രോഡ് പോയതായിരിക്കാം. ഒരു ഭയങ്കര പോസിറ്റീവായിട്ട് എനർജി ആയിട്ട് ഭയങ്കര ഫാസ്റ്റിൽ പോവാണ്. അവിടെ ചെല്ലുമ്പോൾ അമിതമായ ഭാരം എടുക്കുകയാണ്, ബേർഡൻ, റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മൾ എന്താണ്, ഓവർ വർക്ക്ഡാണ്. അതിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ ഈ ഓവർ വർക്ക്ഡ് വരും എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണമെന്നുള്ള ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഡ്വൈസാണ് ഈ 3ാമത്തെ കാർഡ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വായന നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ